അസ്സലാമലൈക്കും. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പം ഇഞ്ച വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ നമ്മളെ റെസിപ്പി ബനാന ചീസ് ഫ്രഞ്ച് ടോസ്റ്റ് ആണ്. പേര് കേട്ട് പേടിക്കൊന്നും വേണ്ട, ഇത് വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം ഒരു റോബസ്റ്റ് പഴം എടുത്തിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. നല്ല സ്ലൈസ് ആക്കിയിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. ഏകദേശം ഇത് ഇതേപോലെ അത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബ്രെഡ് വേണം. ബ്രെഡ് ഞാനിവിടെ ഒരു 8 പീസോളം ബ്രെഡ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര ടോസ്റ്റ് വേണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ബ്രെഡ് എടുക്കാം. ഇനി ബ്രെഡിൻ്റെ 4 ഭാഗങ്ങളും നന്നായി കട്ട് ചെയ്തിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ശേഷം അതിൽ നിന്ന് ഓരോ ബ്രെഡ് എടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് പരത്തി കൊടുക്കാം. പിന്നെ നിങ്ങൾ ബ്രെഡ് ചൂസ് ചെയ്യുന്ന സമയത്ത് നല്ല ഫ്രഷ് ബ്രെഡ് തന്നെ വാങ്ങാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അത് നല്ലോണം പൊടിഞ്ഞു പോകും. നമുക്കിങ്ങനെ പരത്തിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും പ്രശ്നമൊന്നുമില്ല, നമുക്കത് സെറ്റാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഓരോരോ ബ്രെഡും നമ്മൾ പരത്തി സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എഗ്ഗ് പ്രിപ്പറേഷൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ 2 എഗ്ഗ്, അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 2 ടേബിൾ സ്പൂൺ ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്ത് സൈഡിൽ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ പരത്തി സൈഡിൽ മാറ്റി വെച്ച ബ്രെഡിൽ നിന്ന് ഒരു ബ്രെഡ് എടുത്തിട്ട് അതിലേക്ക് ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മൾ എഗ്ഗ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ഒരു പീസ് മൊസറല്ല ചീസാണ് ചൂസ് ചെയ്യുന്നത്. അത് ചെറുതായിട്ട് സ്ലൈസായി കട്ട് ചെയ്തിട്ട് അതിൽ വെച്ചെടുക്കാം. ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബനാനയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ബ്രെഡ് ഫ്രഷ് അല്ലെങ്കിൽ അത് റോൾ ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. എനിക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഇവിടെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നാലും പ്രശ്നമില്ല, നമുക്കത് സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഇതാ ഏകദേശം ഇതേപോലെ റോൾ ചെയ്തിട്ട് സൈഡിൽ മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഓരോരോ ബ്രെഡും ഇതേപോലെ ചീസ് വെച്ച് ബനാന വെച്ച് റോൾ ചെയ്തിട്ട് സെറ്റാക്കി എടുക്കാം. ഇനി അഥവാ ഇത് പൊട്ടിപ്പോവാണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചുകൂടി എഗ്ഗ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി. അപ്പം നമ്മൾ റോളിംഗ് എല്ലാം കഴിഞ്ഞാൽ എല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ശേഷം നമ്മൾ എഗ്ഗിലേക്ക് തന്നെ ഓരോരോ ബ്രെഡും ഡിപ്പ് ചെയ്തെടുത്തിട്ട് കൈകൊണ്ട് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഷേപ്പിൽ സെറ്റാക്കി എടുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഷേപ്പിലാണ് ഇതാക്കി എടുത്തിട്ടുള്ളത്. ഇനി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഓരോ ബ്രെഡും എഗ്ഗിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതേപോലെ ആക്കിയെടുക്കാം. ഇനി നമുക്കിത് ഫ്രൈ കൂടി ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ടോസ്റ്റ് ഏകദേശം ഇവിടെ റെഡി ആയി കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 2 പീസ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 50 ഗ്രാമോളം ഞാനിവിടെ ചൂസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളെ ബട്ടർ നല്ലോണം മെൽറ്റ് ആയതിന് ശേഷം നമുക്ക് ഓരോ ടോസ്റ്റ് ഓയിലിൽ അപ്പുറം മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മളെ ടേസ്റ്റി ബനാന ഫ്രഞ്ച് ടോസ്റ്റ് ഇവിടെ റെഡിയായി. അപ്പം നമ്മളെ മക്കളെ ഹാപ്പി ആക്കാൻ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് ഓരോ ടോസ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു റെസിപ്പി തപ്പിപ്പിടിച്ച് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ഫ്രം കോയാസ് റെസിപ്പി.